ഹായ് നമസ്കാരം. 9ാം ക്ലാസ് ഫിസിക്സിലെ പ്രവൃത്തിയും ഊർജ്ജം എന്നുള്ള ചാപ്റ്ററിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് ബുക്സിലെ ചോദ്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ് അല്ല, വിലയിരുത്താം എന്നുള്ള ചോദ്യങ്ങളല്ല, അതല്ലാണ്ട് ഉള്ള ചോദ്യങ്ങളുണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ളത്, അതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സിൽ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഇതിൽ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവില്ല. ശരി, ആദ്യത്തെ ചോദ്യം, 100 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക എന്നുള്ളതാണ്. ആദ്യം ചെയ്യേണ്ട തന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ശരി, 100 ഗ്രാം മാസുള്ള ഒരു വസ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാസ് എം സമം 100 ഗ്രാം എന്ന് എഴുതാം. നമുക്കറിയാം ഗ്രാം അല്ല മാസിൻ്റെ SI യൂണിറ്റ്. അപ്പോൾ നേരെ പിടിച്ച് SI യൂണിറ്റിലേക്ക് മാറ്റിയേക്കും. ഗ്രാമിന് എങ്ങനെയാണ് കിലോഗ്രാമിലേക്ക് മാറ്റുക? SI യൂണിറ്റ് ആയിട്ടുള്ള കിലോഗ്രാമിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ 100നെ 1000 കൊണ്ട് ഹരിച്ചാൽ പോരെ. അപ്പോൾ ഇത്രയും കിലോഗ്രാം ആയിരിക്കും. പിന്നെ വേറെന്താ തന്നിട്ടുള്ള? വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ വേണ്ടി പോവാം. അപ്പോൾ ഉയരം തന്നിട്ടുണ്ട്, ഉയരത്തിനെ H എന്ന് വിളിക്കാം. H 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ജീൻ്റെ അളവ് ഇവിടെ തന്നെ ഉണ്ട്. G സമം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുത്തു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം G സമം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എപ്പോഴും യൂണിറ്റ് ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാം SI യൂണിറ്റിലായി. ഇനി ചോദ്യം പ്രവൃത്തി കണ്ടുപിടിക്കാനാണ്. പ്രവൃത്തി കണ്ടുപിടിക്കാൻ 2 സമവാക്യമുണ്ട്, W സമം FS ഉം W സമം MGH ഉം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വസ്തുവിനെ പിടിച്ച് ഉയർത്തുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് W സമം MGH എന്നുള്ള സമവാക്യം ഉപയോഗിച്ചാൽ മതിയാവും. M തന്നിട്ടുണ്ട് 100/1000. അവിടെ ഇത് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഹരിക്കാം, ഒന്നെങ്കിൽ അവിടെ നിന്ന് ഹരിക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഹരിക്കാം, ഇവിടെ നിന്നാലും ഹരിച്ചാൽ മതി. 100നെ 1000 കൊണ്ട് ഹരിച്ചാൽ 1/10 എന്നല്ലേ വരിക. അത് ഈ 0 പോയി, ഈ 0 പോയി, അങ്ങനെയാണെങ്കിൽ 1/10 എന്ന് വരും. 1/10 ഗുണിക്കണം G എന്ന് പറഞ്ഞാൽ 10 തന്നിട്ടുണ്ട്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴത്തെ 10ഉം മേലത്തെ 10ഉം കൂടി അങ്ങ് ബാക്കി 1 ഗുണിക്കണം 1 സമം 1. യൂണിറ്റ് വേണം ജൂള്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1 ജൂൾ എന്ന് വരും. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ലോറിയിലേക്ക് 50 കിലോഗ്രാം മാസുള്ള ഒരു വീപ്പ കയറ്റണം. ലോറിയിലേക്ക് തറനിരപ്പിൽ നിന്നുമുള്ള ഉയരം 2 മീറ്ററാണ്. G സമം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, ലോറിയിലേക്ക് വീപ്പ കയറ്റിയാൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. 5 മീറ്റർ നീളമുള്ള ഒരു ചരിവ് തലം ഉപയോഗിച്ച് 2 മീറ്റർ ഉയരത്തിലേക്ക് ഉരുട്ടി കയറ്റിയാൽ വീപ്പയിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി എത്രയായിരിക്കും? ഗുരുത്വാകർഷണ ബലത്തിനെതിരെ വീപ്പയിൽ ചെയ്ത പ്രവൃത്തി സഞ്ചാരപാതയെ ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ? ശരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എയും ബിയും ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നോക്കാം എന്തായാലും. അപ്പോൾ എന്തായാലും ആദ്യം തന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. വസ്തുവിൻ്റെ മാസ്, ഈ വീപ്പേൻ്റെ മാസ് വരുന്നത് 50 കിലോഗ്രാം ആണ്. അതുപോലെ തറനിരപ്പിൽ നിന്നുള്ള ഉയരം 2 മീറ്ററാണ്. ജീൻ്റെ വില തന്നിട്ടുണ്ട്. G സമം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആദ്യം അത് എടുത്ത് എഴുതി അവിടെ സെറ്റാക്കി വെച്ചേക്കാം. ഇത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ലോറിയിലേക്ക് വീപ്പ കയറ്റിയാൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. അവിടെ നിലത്തുനിന്ന് ഒരു സാധനം എടുത്തിട്ട് ഒരു ഹൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. എത്ര ഉയരത്തിലേക്കാണ്? 2 മീറ്റർ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി, അപ്പോൾ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഉയർത്തുന്നയാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമ്മളിപ്പോൾ ചെയ്ത അതേ സമവാക്യം W എന്ന് പറഞ്ഞാൽ പ്രവൃത്തി വർക്ക്, W സമം MGH സമം M തന്നിട്ടുണ്ട് 50 ഗുണിക്കണം G എന്ന് പറഞ്ഞാൽ 10 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 50 ഗുണിക്കണം 10 ഗുണിക്കണം H എന്ന് പറഞ്ഞാൽ 2 അപ്പോൾ 50നെ 10 കൊണ്ട് ഗുണിച്ചാൽ 500, 500നെ 2 കൊണ്ട് ഗുണിച്ചാൽ 1000 എന്ന് വരും. W അല്ലേ കണ്ടുപിടിച്ചാൽ, അപ്പോൾ Wൻ്റെ യൂണിറ്റ് വേണം ജൂള്. 1000 ജൂൾ എന്നുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടി 1000 ജൂള്. ഇനി B ക്വസ്റ്റ്യൻ നോക്കാം. 5 മീറ്റർ നീളമുള്ള ഒരു ചരിവ് തലം ഉപയോഗിച്ച് 2 മീറ്റർ ഉയരത്തിലേക്ക് ഉരുട്ടി കയറ്റിയാൽ വീപ്പയിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? വീണ്ടും പ്രവൃത്തി തന്നെയാണ് കാണിക്കുന്നത്, അല്ല കണ്ടുപിടിക്കണ്ടേ. നേരത്തെ നമ്മൾ തറനിരപ്പിൽ നിന്ന് നേരെ എടുത്തങ്ങ് ഉയർത്തിയതാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ തറനിരപ്പിൽ നിന്ന് ഒരു 5 മീറ്റർ നീളമുള്ള ഒരു ചരിവ് തലം വെച്ച്, ചരിവ് തലം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പല എങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടുണ്ട്. ഈ പലേൻ്റെ നീളം പറഞ്ഞിട്ടുണ്ട് 5 മീറ്റർ. ഇത് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഒരു 2 മീറ്റർ ഉയരത്തിലേക്ക് തന്നെ, നേരത്തെ പോലെ തന്നെ ഉയരത്തിൽ ഇവിടെ വ്യത്യാസമില്ല, 2 മീറ്റർ ഉയരത്തിലേക്ക് ഇതാ ഇവിടെ നിന്ന് ഉരുട്ടി ഈ 2 മീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം.
നേരത്തെ പോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ചോദ്യം പ്രവൃത്തി കണ്ടുപിടിക്കാനാണ്. പ്രവൃത്തി സമം mgh. ഒരു ഉയരത്തിലേക്ക് എത്തിക്കുകയാണ്, അപ്പോൾ ഉപയോഗിക്കുന്ന സമവാക്യം mgh. ശരി, എം തന്നിട്ടുണ്ട്, വീണ്ടും നോക്കാം. എം തന്നിട്ടുണ്ട് 50 ഗുണിക്കണം ജി എന്ന് പറഞ്ഞാൽ 10 തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഉയരം എന്ന് പറഞ്ഞാൽ ഈ 2 മീറ്റർ തന്നെയാണ്. അല്ലാതെ ഈ ചരിവ് തലത്തിൻ്റെ നീളമൊന്നും നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമ്മൾ വസ്തുവിൻ്റെ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും മാത്രമല്ലേ പരിഗണിക്കുന്നുള്ളൂ. അതായത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഇവിടെയാണ് എത്തുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് മേലത്തെ ഈ ഒരു പോയിന്റിലേക്കുള്ള ഉയരം 2 മീറ്റർ എന്ന് വെച്ചാൽ 2 മീറ്ററിനെ പറ്റി മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഈ 5 മീറ്റർ വെറുതെ തന്നത്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഉയരമാണ്. ഉയരം എത്രയാ? 2 മീറ്റർ. നേരത്തെ പോലെ തന്നെ വരും. 50നെ 10 കൊണ്ട് ഗുണിച്ചാൽ 500, 500നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 മീറ്റർ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. 500നെ 2 കൊണ്ട് ഗുണിച്ചാൽ വീണ്ടും 1000 ജൂള്. നേരത്തെ ഇത് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണെങ്കിൽ നേരത്തെ ചെയ്തത് എ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. എ ക്വസ്റ്റ്യൻ്റെ ആൻസറും കിട്ടി 1000, ബീൻ്റെ ആൻസറും കിട്ടി 1000. അങ്ങനെയാണെങ്കിൽ സിയിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഗുരുത്വാകർഷണ ബലത്തിനെതിരെ വിപയിൽ ചെയ്ത പ്രവൃത്തി സഞ്ചാരപാതയെ ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ? സഞ്ചാരപാതയെ ആശ്രയിക്കുന്നുണ്ടോ? അവിടെ നേരത്തെ നമ്മൾ നേരെ അങ്ങ് കയറ്റി, ഇപ്പോഴാണെങ്കിൽ ചരിച്ചിട്ടാണ് കൊണ്ടുപോയി. അപ്പോൾ കൂടുതൽ ദൂരമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, എല്ലാം പോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഈ 1000 ജൂൾ എന്നുള്ള വർക്കാണ് അല്ലെങ്കിൽ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തത്. അത് നേരെ മുകളിലേക്ക് കയറ്റിയപ്പോഴും ചരിച്ച് കയറ്റിയപ്പോഴും ഒക്കെ 1000 ജൂൾ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഗുരുത്വാകർഷണ ബലത്തിനെതിരെ വിപയിൽ ചെയ്ത പ്രവൃത്തി സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. ഇതൊരു നല്ല പോയിന്റാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ അവസരത്തിലും പോസിറ്റീവ് പ്രവൃത്തിയാണോ നെഗറ്റീവ് പ്രവൃത്തിയാണോ എന്നുള്ള കാര്യം തിരിച്ചറിയാം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പ്രവൃത്തി എപ്പോഴാണ് പോസിറ്റീവാണ്? പ്രവൃത്തി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണോ ബലം കൊടുക്കുന്നത് അങ്ങോട്ട് തന്നെ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവും, എങ്ങോട്ടാണോ ബലം കൊടുക്കുന്നത് അതിനെതിരായിട്ടാണ് സ്ഥാനാന്തരം സംഭവിച്ചതെങ്കിൽ നെഗറ്റീവ് പ്രവൃത്തിയും ആയിരിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. കല്ല് മുകളിലേക്ക് താഴെ നിന്ന് കല്ല് മുകളിലേക്കാണ് അതിൻ്റെ സ്ഥാനാന്തരമുള്ളത്, മുകളിലേക്കാണ് സ്ഥാനാന്തരം. ഈ സമയത്ത് ഗുരുത്വാകർഷണ ബലം, അവിടെ ഗുരുത്വാകർഷണ ബലം എപ്പോഴും താഴോട്ടായിരിക്കും. കല്ലിന് സ്ഥാനാന്തരം മേലോട്ട്, ഗുരുത്വാകർഷണ ബലം താഴോട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയാം രണ്ടും എതിരായിട്ടല്ലേ. അപ്പോൾ ഇതൊരു നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഇവിടെ ഗുരുത്വാകർഷണ ബലം ചെയ്തത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഇതേ സന്ദർഭം കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ കല്ലിൻ്റെ സ്ഥാനാന്തരം ഉറപ്പായിട്ടും മേലോട്ട് തന്നെയായിരിക്കും, മേലേക്കല്ലേ പോവുക. ഈ സമയത്ത് നമ്മൾ എറിയുന്ന ആൾ ചെയ്യുന്ന ബലവും അല്ലെങ്കിൽ എറിയുന്ന ആൾ പ്രയോഗിക്കുന്ന ബലവും മുകളിലേക്ക് തന്നെയായിരിക്കും. അപ്പോൾ മുകളിലേക്ക് എറിഞ്ഞു അല്ലെങ്കിൽ മുകളിലേക്ക് ബലം പ്രയോഗിച്ചു, മുകളിലേക്ക് തന്നെ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായി, രണ്ടും ഒരേ ദിശയിലേക്ക്. അപ്പോൾ ഇത് പോസിറ്റീവ് പ്രവൃത്തി. ഇങ്ങനെ പ്ലസ് മൈനസ് ഇട്ട് വെക്കരുത്, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് തന്നെ എഴുതി വെക്കണം. ശരി. അടുത്തത്, ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിൻ വസ്തുവിൽ പ്രയോഗിച്ച ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിൻ വസ്തുവിൽ പ്രയോഗിച്ച ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തുവിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം മുകളിലേക്കായിരിക്കും. ഇതേ സമയം ക്രെയിന് ബലം പ്രയോഗിക്കുന്നതും മുകളിലേക്ക് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. രണ്ടും ഒരേ ദിശയിലാണെങ്കിൽ പോസിറ്റീവ് പ്രവൃത്തി. ക്രെയിൻ ഉപയോഗിച്ചൊരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം, കണ്ടോ, ഭൂഗുരുത്വാകർഷണ ബലം വസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തി. നോക്കാം. വസ്തുവിനെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം എപ്പോഴും താഴോട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഗുരുത്വാകർഷണ ബലം താഴോട്ടാണ്, പക്ഷേ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം മേലോട്ടേക്കാം. അപ്പോൾ പറയാം ഇവിടെ നെഗറ്റീവ് പ്രവൃത്തിയാണ്. തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി. തേങ്ങ താഴേക്ക് വീഴുമ്പോൾ, തേങ്ങ ഇതാ താഴേക്ക് വീഴുന്നു, ഗുരുത്വാകർഷണ ബലം എപ്പോഴും താഴേക്ക്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക്. അപ്പോൾ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം താഴേക്ക്, പ്രയോഗിക്കപ്പെടുന്ന ബലവും താഴേക്ക്, രണ്ടും ഒരേ ദിശയിലാണെങ്കിൽ നമ്മൾ പറയും പോസിറ്റീവ് പ്രവൃത്തി. റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരാൾ 16 മീറ്റർ ദൂരം ട്രോളി തള്ളി നീക്കുന്നതിനായി 95 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിക്കുന്നു. ഇവിടെ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന സാധനം പ്രവൃത്തിയാണ്. എന്തായാലും ചോദ്യം കിട്ടിയ ആദ്യം ചെയ്യേണ്ടത് തന്ന കാര്യങ്ങൾ എടുത്തെഴുതുക എന്നുള്ളതാണ്. ഈ ചങ്ങായി 16 മീറ്റർ ദൂരം ഈ ട്രോളി തള്ളി നീക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, സ്ഥാനാന്തരം ഇവിടെ ഉണ്ടായ ഈ ട്രോളിക്കുണ്ടായ സ്ഥാനാന്തരം S = 16 മീറ്റർ.
ഇങ്ങനെ തള്ളി നീക്കാൻ വേണ്ടി ഇയാൾ പ്രയോഗിച്ച ബലം F സമം 95 ന്യൂട്ടൺ. ഇങ്ങനെ തുടർച്ചയായി ബലം പ്രയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്ത പ്രവൃത്തി എത്രയാണെന്ന് കണക്കാക്കണം. ബലമുണ്ട്, സ്ഥാനാന്തരമുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രവൃത്തി കണ്ടുപിടിക്കാൻ W സമം Fs എന്നുള്ള സമവാക്യം ഉപയോഗിക്കാം. ബലം ഗുണിക്കണം സ്ഥാനാന്തരം. ബലം തന്നിട്ടുണ്ട് 95 ന്യൂട്ടൺ ഗുണിക്കണം സ്ഥാനാന്തരം 16 ന്യൂട്ടൺ. ന്യൂട്ടൺ അല്ല, മീറ്റർ. 16 മീറ്റർ. 95നെ 16 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുക 1520. 1520 ഇത്രയും ജൂളായിരിക്കും. ഉറപ്പായിട്ടും യൂണിറ്റ് നിർബന്ധമായിട്ടും വേണം. യൂണിറ്റ് വേണം, ജൂളാണ്. അടുത്ത ചോദ്യം, ഒരു മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവ് ഏകദേശം 840 കിലോ ജൂളാണ്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും? നോക്കാം. തന്ന കാര്യം എന്തായാലും എടുത്തെഴുതാം. ഫസ്റ്റ് ഒരു മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ്. അപ്പോൾ ഊർജ്ജമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഊർജ്ജത്തിൻ്റെ അളവ് എത്രയാണ്? 840 kJ എന്ന് വെച്ചാൽ കിലോ ജൂൾ. കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും കിലോ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. കെക്ക് പല സംഗതികളുണ്ട്. കെൽവിനും കെ എന്ന് തന്നെയാണ്. ചിലപ്പോൾ കോൺസ്റ്റൻറ്റ് സ്ഥിരസംഖ്യ കെ വെച്ച് കാണിക്കും. അങ്ങനെ പലതും ഉണ്ട്. എന്തായാലും ഇവിടെ കിലോ നോക്കാം. 840 കിലോ ജൂള് എത്ര കലോറിക്ക് തുല്യമായിരിക്കും? ഇത് മാത്രം സത്യത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളൂ. 840 കിലോ ജൂള് എത്ര കലോറിയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 840 കിലോ ജൂളിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 840ഉം കെ എന്നുള്ളതിന് പകരം 1 2 3 0 ഇട്ടാൽ മതി. കെ എന്ന് പറഞ്ഞാൽ 1000 അല്ലേ? കെ എന്ന് പറഞ്ഞാൽ 1000. 1000ൻ്റെ ആ 3 0. അല്ലെങ്കിൽ 840 ഗുണിക്കണം 1000 ചെയ്ത് കഴിഞ്ഞാൽ 840 3 0 വരും. അപ്പോൾ ഇത്രയും ജൂളായിരിക്കും. ഇതെത്രയാണ്? 100, ഇവിടെ ഒരു കോമ, ഇവിടെ ഒരു കോമ. 8,40,000 ജൂള്. ചോദ്യം സത്യം പറഞ്ഞാൽ 8,40,000 ജൂള് എത്ര കലോറിക്ക് തുല്യമാണ് എന്നുള്ളതാണ്. ഇങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായാലും നോക്കാം. നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്. ഒരു കലോറി 4.2 ജൂളാണ്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ് നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു കെ കലോറി 4200 ജൂൾ ആണെന്നറിയാം. നമ്മുടെ കയ്യിലുള്ളത് 8,40,000 ജൂളാണ്. ഇത് നോക്ക്, 4200. ഈ 84 42 കണ്ടിട്ട് പെട്ടെന്നൊരു കണക്ഷൻ വരുന്നുണ്ടോ? 42ൻ്റെ ഇരട്ടിയല്ലേ 84. അത് ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞു വെച്ചെന്നുള്ളൂ. ഈ എഴുതി വെച്ചതിനൊന്ന് തിരിച്ചു വായിച്ച് നോക്കാം. ഒരു കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ 4200 ജൂളാണ്. സോറി, ഒരു കിലോ കലോറി എന്ന് പറഞ്ഞാൽ 4200 ജൂളാണ്. ഒന്ന് തിരിച്ചു വായിക്കുകയാണെങ്കിൽ 4200 ജൂള് ചേരുമ്പോഴേ ഒരു കെ കലോറി വരുന്നുള്ളൂ. അതൊന്നങ്ങ് എഴുതി കളയാം. 4200 ജൂള് ചേരുമ്പോഴാണ് ഒരു കെ കലോറി ആവുന്നത്. നമ്മുടെ കയ്യിൽ 8,40,000 ജൂളുണ്ട്. 4200 ജെ ഒരു കിലോ കലോറി ആണെങ്കിൽ 8,40,000 ജെ എത്ര കലോറി ആയിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇവിടെ ഒന്ന് ക്രോസ് ചെയ്താൽ മതി. അതായത് 8,40,000 ഗുണിക്കണം 1 ഹരിക്കണം 4200. 8,40,000 ഹരിക്കണം 4200 ചെയ്താൽ മതി. മേലെയും താഴെയും 0, മേലെയും താഴെയും 0 വെട്ടി. ബാക്കിയുള്ളത് 84,000/42. 42നെ 84 ഇവിടുന്ന് പെട്ടെന്ന് വെട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് കത്തണം. ഇതിൻ്റെ താഴെയുള്ളതിൻ്റെ ഇരട്ടിയുള്ള നമ്പറാണ് മേലെ കാണുന്നത്. ഏകദേശം 42 84 കാണുന്നില്ലേ? 42ൽ എത്ര 42 എന്ന് വെച്ചാൽ 1 42. 84ൽ എത്ര 42 എന്ന് വെച്ചാൽ 2 42. ബാക്കി 2 0 കൂടിയില്ലേ ഇവിടെ ബാക്കി. അപ്പോൾ 200 എന്ന് വരും. 200 കെ കലോറി. 200 കെ കലോറി. ഒന്നെങ്കിൽ 200 കെ കലോറി എന്ന് എഴുതാം, അല്ലെങ്കിൽ 2,00,000 കലോറി എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കെ കലോറീൻ്റെ രൂപത്തിലാണ് എഴുതിയേ. 200 കെ കലോറി എന്നാൽ നമുക്ക് ഉത്തരം കിട്ടി. അതിനെ എന്താക്കണം? കലോറിയിലേക്ക് മാറ്റണം. അതായത് 200 കെക്ക് പകരം നമ്മൾ എഴുതും കെ എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1000ൻ്റെ 3 0 കൂടെ അതിനോട് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും കലോറി ആയിരിക്കും. ഇത് എത്രയാണ്? 1 100 1000 10000 ലക്ഷം. അപ്പോൾ 2,00,000 കലോറി. അപ്പോൾ 2,00,000 കലോറി ഉണ്ട് ഈ മാങ്ങേൻ്റെ അകത്ത്. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ നൽകിയിരിക്കുന്ന സന്ദർഭങ്ങളെ സ്ഥിതികോർജ്ജം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ രീതിയിൽ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. പട്ടിക തൽക്കാലം ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് എന്ത് പറയാം? ഇതിൽ
എന്തൊക്കെയാണെന്നുള്ള സംഗതി അവിടെ പറഞ്ഞേക്കാം. തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജ്ജം. തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജ്ജം. രണ്ടാമത്തത് അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലെ ഊർജ്ജം. മൂന്നാമത്തത് ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജ്ജം. പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലുള്ള ഊർജ്ജം. അവിടെ ഇതെല്ലാം സ്ഥിതികോർജ്ജം. ഈ 4 സന്ദർഭത്തിലും ഉള്ള ഊർജ്ജം എന്ന് പറഞ്ഞാൽ സ്ഥിതികോർജ്ജം. പക്ഷേ ഒന്നാമത്തെ സന്ദർഭത്തിൽ തെങ്ങിന് മുകളിലെ തേങ്ങയ്ക്ക് ഇത്രയും ഹൈറ്റിൽ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഈ തേങ്ങയ്ക്ക് കിട്ടുന്നത് ഉയരം മൂലം അല്ലെങ്കിൽ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജമായിരിക്കും. ഇവിടെ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജമായിരിക്കും ഈ തേങ്ങയ്ക്ക് കിട്ടുക. രണ്ടാമത്തെ സന്ദർഭത്തിലേക്ക് വരുന്നത് അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിങ്ങിനകത്തുള്ള ഊർജ്ജം. അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിങ്ങിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്? മൂപ്പരുടെ കോൺഫിഗറേഷനിലാണ് മാറ്റം വരുന്നത്, അല്ലെങ്കിൽ മൂപ്പരെ കോലം മാറുക എന്നുള്ള ആലോചിച്ചാൽ മതി. ആദ്യമുള്ള രൂപത്തിലല്ല, ആദ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ പിടിച്ച് അങ്ങ് അമർത്തുമ്പോൾ ഇങ്ങനെ ചുരുങ്ങിപ്പോകും അല്ലേ, ഇങ്ങനെ പോകും. അപ്പോൾ മൂപ്പരെ കോലം മാറുക, അങ്ങനെ ആലോചിച്ച് വെച്ചാലും മതി. കോലം മാറുമ്പോൾ കിട്ടുന്ന ഊർജ്ജം കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം. എല്ലാത്തിലും സ്ഥിതികോർജ്ജം തന്നെയാണ്. രണ്ടാമത്തെ സന്ദർഭത്തിൽ സ്പ്രിങ് അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജ്ജം ഏതാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം ആയിരിക്കും. അടുത്ത സന്ദർഭം, മൂന്നാമത്തെ സന്ദർഭം ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജ്ജം. ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജ്ജം. ടാങ്ക് ഒരിക്കലും നമ്മൾ നിലത്തൊന്നും കൊണ്ടുവെക്കില്ല, വീടിൻ്റെ മണ്ടയ്ക്കേ കൊണ്ടുവെക്കലുള്ളൂ, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ നല്ല ഹൈറ്റിലേ വെക്കാറുള്ളൂ. എങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉയരം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഉയരം കൂട്ടി അതിൻ്റെ സ്ഥാനം കൊണ്ട് മൂപ്പരിക്ക് കൂടുതൽ സ്ഥിതികോർജ്ജം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് വീടിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജ്ജം ഏതാണെന്ന് വെച്ചാൽ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജമാണ്. പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലുള്ള ഊർജ്ജം. ഇതാണ് പോൾ വാൾട്ട് കളി, നമുക്കറിയാം. ഈ വടിക്കാണ് നമ്മൾ പറയുക പോള്. അതിങ്ങനെ വളഞ്ഞു പോകുന്നില്ലേ, അതിൻ്റെ കോലം മാറില്ലേ? യെസ്, കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജമായിരിക്കും ഈ പോളിനകത്ത് ഉണ്ടാവുക. റെഡി? അടുത്ത ചോദ്യം. ഒരു മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ 10 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ നേർദിശയിൽ സഞ്ചരിക്കുന്നു. മോട്ടോർ സൈക്കിളിനും യാത്രക്കാരനും കൂടിയുള്ള മാസ് 300 കിലോഗ്രാമാണ്. മോട്ടോർ സൈക്കിളിൻ്റെയും യാത്രക്കാരൻ്റെയും കൂടിയുള്ള ഗതികോർജ്ജം എത്രയായിരിക്കും? വേഗം 2 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ ഗതികോർജ്ജം എത്രയായിരിക്കും? അങ്ങനെ 2 ചോദ്യങ്ങളാണ്. എന്തായാലും ആദ്യം തന്നെ നമ്മൾ തന്ന കാര്യങ്ങൾ എടുത്തെഴുതും. മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ എത്രയിൽ പോകുന്നത്? ഒരു 10 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ പോകുന്നത്. 10 മീറ്റർ/സെക്കൻഡിലാണ് പോകുന്നത്. എഴുതാം. പ്രവേഗം അല്ലേ അത്? V = 10 മീറ്റർ/സെക്കൻഡ്. ശരി, ഇയാൾ നേർദിശയിലാണ് സഞ്ചരിക്കുന്നത്, നേരെയാണ് പോകുന്നത്, വളവും തിരിവൊന്നുമില്ല. മോട്ടോർ സൈക്കിളിനും യാത്രക്കാരനും കൂടിയുള്ള 2 പേർക്കും കൂടി ആ വ്യൂഹത്തിന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ വ്യൂഹത്തിന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, രണ്ടാൾക്കും കൂടി ഇപ്പോൾ എത്ര മാസ് ഉണ്ട്? 300 കിലോഗ്രാം മാസ് ഉണ്ട്. മാസ് എഴുതി വെക്കാം, 300 കിലോഗ്രാം. ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, മോട്ടോർ സൈക്കിളിൻ്റെയും യാത്രക്കാരൻ്റെയും കൂടിയുള്ള ഗതികോർജ്ജം എത്രയായിരിക്കും? ഗതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള സമവാക്യം അപ്പോഴേ കിട്ടണം. KE അല്ലെങ്കിൽ EK നമ്മളിങ്ങനെയല്ലേ എഴുതാം? ഈനെ വലുതാക്കി എഴുതും, K അതിൻ്റെ താഴെയായിട്ട് എഴുതും അല്ലേ? അപ്പോൾ EK = 1/2 mv². എമ്മും വിയും തന്നിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കുക മാത്രമേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ EK = 1/2 m തന്നിട്ടുണ്ട് 300 ഗുണിക്കണം v². സ്ക്വയറാണ്, നിർബന്ധമായിട്ട് സ്ക്വയർ തന്നെ ചെയ്യണം, വർഗ്ഗം എടുക്കാൻ മറന്നു പോകരുത്. v തന്നിട്ടുണ്ട് 10 എന്ന്. അപ്പോൾ 10ൻ്റെ വർഗ്ഗം 100 അല്ലേ? ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് വെട്ടേണ്ട ആൾക്കാരെല്ലാം വെട്ടിക്കളയാം ആദ്യം തന്നെ. 300ലും 2ലും പൊതുവായിട്ട് 2 ഉണ്ട്. 2ൽ എത്ര 2? ഒരു 2. 300ൽ എത്ര 2? 150 2കളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എഴുതാം 1/1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1 ഗുണിക്കണം 150 എന്ന് പറഞ്ഞാൽ 150 ഗുണിക്കണം 10ൻ്റെ വർഗ്ഗം 100. അപ്പോൾ 150 ഗുണിക്കണം 100, 150ഉം 1 2 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും എന്താ ജൂൾ, ഇത്രയും ജൂളായിരിക്കും, 15000 ജൂളായിരിക്കും ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. മോട്ടോർ സൈക്കിളിൻ്റെയും യാത്രക്കാരൻ്റെയും കൂടിയുള്ള ഗതികോർജ്ജം 15000 ജൂള്. അടുത്ത ചോദ്യം, വേഗം 2 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ ഗതികോർജ്ജം എത്രയായിരിക്കും? വേഗം 2 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ ഗതികോർജ്ജം എത്രയായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചൊരു സംഗതി ഉണ്ട്. വേഗം 2 മടങ്ങാക്കിയാൽ v ആയാൽ ഗതികോർജ്ജം എത്രയാവും? EK അത് 4 മടങ്ങാവും. എന്ന് വെച്ചാൽ ഈ 2ൻ്റെ വർഗ്ഗം എത്ര മടങ്ങാണോ വേഗത്തിൽ വ്യത്യാസം വരുന്നത്, അതിൻ്റെ വർഗ്ഗം വ്യത്യാസമായിരിക്കും ഗതികോർജ്ജത്തിൽ വരിക. ഇപ്പോൾ
4 മടങ്ങായിട്ടാണ് പ്രവേഗം മാറുന്നത് അല്ലെങ്കിൽ വേഗം മാറുന്നതെന്നുണ്ടെങ്കിൽ 4ൻ്റെ വർഗ്ഗമായിട്ടുള്ള 16 മടങ്ങായിട്ടായിരിക്കും ഗതികോർജ്ജം മാറുക. എന്തായാലും ചെയ്ത് നോക്കിക്കളയാം. ഇവിടെ നിലവിലുള്ളത് ഓർമ്മയുണ്ടല്ലോ, 15,000 ജൂളിലാണ് ക്വസ്റ്റ്യൻ ആൻസർ, അല്ലെങ്കിൽ 15,000 ജൂളാണ് ഗതികോർജ്ജം നിലവിലുള്ള. വേഗം 2 മടങ്ങാക്കുന്നത്. വേഗം 2 മടങ്ങാക്കുന്ന പറഞ്ഞാൽ നിലവിലിപ്പോൾ ഇതിൻ്റെ വേഗം 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ വേഗം എന്താക്കുന്നത്, 2 ഗുണിക്കണം 10, 10ൻ്റെ ഇരട്ടി എടുക്കുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആക്കി വേഗം. മാസിലൊന്നും വ്യത്യാസമില്ല. മാസ് നേരത്തെ 300 കിലോഗ്രാം തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതും ഈ കെ സമം വീണ്ടും അര mv² സമം അര ഗുണിക്കണം എം മാറിയിട്ടില്ല 300 ഗുണിക്കണം v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള v 20 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ 20ൻ്റെ വർഗ്ഗം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെട്ടാം, നേരത്തെ പോലെ തന്നെ വീണ്ടും വെട്ടാം. 2ൽ 1 2, 300ൽ 150 രണ്ടുകളുണ്ടാവും. അപ്പോൾ ബാക്കി എന്ത് വരും, 150 ഗുണിക്കണം 20ൻ്റെ സ്ക്വയർ, 20ൻ്റെ വർഗ്ഗം 400 ചെയ്ത് കഴിഞ്ഞാൽ 150 ഗുണിക്കണം 400. ഇത് ചെയ്യണമെങ്കിൽ ആദ്യം 0 മൈൻഡ് ചെയ്യാണ്ട് വെച്ചിട്ട് 15നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 15നെ 4 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 15നെ 4 പ്രാവശ്യം എടുത്തിട്ട് ഗുണിക്കുക. 15നെ 4 പ്രാവശ്യം ഗുണിച്ചേക്കാം. 5 × 5 × 5 അല്ല, 15നെ 4 കൊണ്ട് ഗുണിക്കുക. 15നെ 4 കൊണ്ട് ഗുണിക്കുക. 15ൻ്റെ ഇരട്ടി 30, 30ൻ്റെ ഇരട്ടി 60. അപ്പോൾ 60ഉം പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ 3 പൂജ്യങ്ങളും, ഇവിടുത്തെ 2 പൂജ്യം ഇവിടുത്തെ 1 പൂജ്യം, ആ 3 പൂജ്യങ്ങളും കൂടി ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും ജൂളാണ് നമ്മുടെ പുതിയ ഗതികോർജ്ജം. അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ 150 ഗുണിക്കണം 400, ഇങ്ങനെ 150 ഗുണിക്കണം 400 ഇങ്ങനെ തന്നെ ചെയ്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ സമയം പോകും. ചെയ്ത് കഴിഞ്ഞാലും ഇത്ര തന്നെ വരും. ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയത് 15,000, ഇപ്പം കിട്ടിയത് 60,000. 15,000ൻ്റെ ഇരട്ടിയല്ലേ, അല്ലെങ്കിൽ 4 മടങ്ങല്ലേ 60,000. റെഡി? നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് ശരിയാണെന്ന് പറയാം. അപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ് വരിക, 60,000 ജൂള്. ഇനിയൊരു 1 2 3 ചോദ്യങ്ങളും കൂടെ ഉള്ളൂ. പക്ഷേ അത് ഇതിൽ കൊള്ളിച്ചാൽ ഈ രണ്ടാമത്തെ ചോദ്യം ഇച്ചിരി ലെങ്തി ആയിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഒരു വീഡിയോ ക്ലാസ്സിലായിരിക്കും അത് സെറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.